ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവൻ വീട്ടിലേക്ക് എത്തിയതും കുട്ടികൾ ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. പപ്പിയെയും സതിയെയും സമാധാനപ്പെടുത്തുമ്പോഴാണ് ശിവന്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്ത ശിവനോട് ചന്ദ്ര ഇത്രയും നേരമായിട്ടും പ്രകാശ് തന്റെ അരികിലേക്ക് മടങ്ങി വന്നില്ലെന്നും റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുത്തിയിട്ട് പ്രകാശ് സാധനം എടുക്കാനായി പോയതാണെന്നും കുറേ നേരമായി പ്രകാശിനെ കാണാതായിട്ട് എന്ന് ചന്ദ്ര സങ്കടത്തോടെ അറിയിച്ചു. ചന്ദ്രയോട് വേഗം അവിടുന്ന് ഒരു വണ്ടി പിടിച്ച് പോരാൻ പറഞ്ഞ് ശിവൻ ഫോൺ വെച്ചു. കുട്ടികൾക്കരികിലേക്ക് എത്തി ശിവൻ ചോദിച്ചു, മക്കളെ നമുക്ക് ഇന്നത്തെ ഈ ഔട്ടിങ് ഒന്ന് മാറ്റിവെച്ചാലോ, നാളെ പോയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടികൾ ബഹളം ഉണ്ടാക്കി. ഇന്ന് തന്നെ പോകണമെന്നായിരുന്നു അവരുടെ നിർബന്ധം. ഒടുവിൽ ശിവൻ കാര്യം റാണിയോട് അറിയിക്കണം. ഞാനൊന്ന് പ്രകാശിനെ അന്വേഷിച്ചിട്ട് വരാം, അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് പോകാം മക്കളെ എന്ന് പറഞ്ഞ് കുട്ടികളെ സമാധാനപ്പെടുത്തി ശിവൻ വണ്ടിയും എടുത്ത് അവിടുന്ന് പുറപ്പെടുന്നു. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന ശിവൻ അവിടെ തനിച്ചിരിക്കുന്ന ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെന്നു. ചന്ദ്ര ശിവനെ കണ്ടതും ഏട്ടാ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്നു. ഇത്രയും കുറേ നേരമായി തന്നെ ഇവിടെ പ്രകാശ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടെന്നും ഷോപ്പിംഗ് നടത്തിയതിനിടയിൽ ഒന്ന് രണ്ട് കവർ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി. ആ ഷോപ്പിലേക്ക് അത് എടുക്കാനായിട്ട് പ്രകാശ് പോയതാണെന്നുള്ള വിവരം ശിവനോട് ചന്ദ്ര അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശിവൻ ചന്ദ്രയോട് ഉടൻ തന്നെ ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോളാനും താൻ പ്രകാശിനെയും കൂടി ഉടനെ തന്നെ അവിടേക്ക് എത്തിക്കോളാമെന്ന് അറിയിക്കണം. ചന്ദ്ര താനും ചന്ദ്രയെ ശിവന്റെ കൂടെ വരാമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴേക്കും ശിവൻ തൽക്കാലം അത് വേണ്ടെന്നും താൻ തന്നെ പോയി പ്രകാശിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരാം, നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുമെന്ന് ശിവൻ ചന്ദ്രയ്ക്ക് ഉറപ്പ് കൊടുത്ത് ചന്ദ്രയെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. അതിനുശേഷം അവിടെ നിൽക്കുന്ന ശിവൻ ചന്ദ്രയോടായിട്ട് ചോദിച്ചു, അല്ല പ്രകാശിനെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു നിനക്ക്, അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന ശിവന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത് പ്രകാശ് ഫോൺ എടുക്കാതെയാണ് പോയതെന്നുള്ള വിവരം. അത് കേട്ടതോടെ പ്രകാശിനെ താൻ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് ചന്ദ്രയെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു. ശിവൻ അപ്പോഴാണ് താൻ തിരിച്ചു വരുന്ന സമയത്ത് സത്യമംഗലത്ത് പോയി മടങ്ങി വരുന്നതിനിടയിൽ റോഡിൽ ഒരു അപകടമുണ്ടായ വിവരം പെട്ടെന്ന് ശിവൻ ഓർത്തു. ചന്ദ്ര പറഞ്ഞ അതേ ടെക്സ്റ്റൈൽസിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ള വിവരം കൂടി ഓർത്തപ്പോൾ ശിവന് ചില സംശയങ്ങൾ തോന്നി. ദൈവമേ, അതിന് പ്രകാശായിരിക്കുമോ എന്ന ആശങ്ക ശിവന്റെ മനസ്സിനെ അലട്ടി. ഉടൻ തന്നെ ശിവൻ വിവരം കമലിനെ വിളിച്ച് അറിയിക്കുന്നു. അപ്പോഴാണ് സത്യമംഗലത്ത് തനിച്ചിരിക്കുന്ന രാഘവൻ നായർക്കരികിലേക്ക് സത്യാമ്മയെ എത്തി ഭക്ഷണം കഴിക്കുവാനായി നിർബന്ധിക്കുന്നത്. രാഘവൻ നായർ തനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള വാശിയിൽ തന്നെ തുടർന്നു. എൻ്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എനിക്ക് കാണണം, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്ന് രാഘവൻ നായർ നിർബന്ധപൂർവ്വം പറയുമ്പോൾ സത്യഭാമ രാഘവൻ നായരോട് സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. രാഘവേട്ടൻ ചിന്തിക്കുന്നത് പോലെ അവൾ അത്ര നല്ലവളല്ല, അവൾ നമ്മുടെ മകൻ്റെ ജീവൻ എടുത്തവളാണ്, അവൾ കൊലയാളിയാണ് എന്ന് സത്യാമ്മ പറയുമ്പോൾ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവളോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് എന്തിനാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് രാഘവൻ നായർ ഭാമയോട് അന്വേഷിച്ചു. ഉടനെ രാഘവൻ നായരുടെ അത്തരം ചോദ്യങ്ങളൊക്കെ കേട്ടതും സത്യഭാമയോട് രാഘവൻ നായർ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, നമ്മുടെ മകൻ മരണപ്പെട്ടിട്ടൊന്നുമില്ല എന്നും അവനെ മരിച്ചു എന്നൊക്കെ എന്തിനാ വെറുതെ നീ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെയല്ല അവൻ ഇവിടേക്ക് വരാത്തത് എന്നൊക്കെ രാഘവൻ നായർ സത്യഭാമയോട് തട്ടിക്കയറുന്നു. അത് കേട്ട് നിൽക്കുന്ന സത്യഭാമ പൊട്ടിത്തെറിച്ച വണ്ണം രാഘവൻ നായരോട് തുറന്നടിച്ച് പറഞ്ഞു, നമ്മുടെ മകനെ അവൾ കൊന്നുകളഞ്ഞു, നിങ്ങൾ വിഷ്ണു എന്ന് വിളിച്ച് പറഞ്ഞ് പിന്നാലെ നടക്കുന്നില്ലേ, അവൻ നമ്മുടെ മകൻ വിഷ്ണു അല്ല, അത് മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവനാണ്, അവൻ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്ന് സത്യമ്മ പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന രാഘവൻ നായർ സത്യഭാമയ്ക്ക് എന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് സത്യമ്മയോട് തുറന്നു പറഞ്ഞു. ഭാമേ, നീ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണണമെന്നും നിന്റെ മനസ്സ് ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, നിന്റെ മനസ്സ് കൈവിട്ടു പോയി തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് എത്രയും വേഗം നീ ഒരു ഡോക്ടറെ കാണണം, ഇല്ല എങ്കിൽ നീ വലിയൊരു ഭ്രാന്തിയായി മാറും, നീ ഒരു മുഴു ഭ്രാന്തിയാകും, അങ്ങനെ എല്ലാവരും നിന്നെ ഭ്രാന്തി എന്ന് വിളിച്ച് നിന്റെ നേരെ കല്ലെറിയും, അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിയില്ല എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന സത്യഭാമ രാഘവൻ നായരോടായിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഒരു നിങ്ങളുടേതായ ലോകത്ത് ജീവിക്കുന്നത്, അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റാരെയും നിങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയുന്നോ ഇല്ല, നിങ്ങളെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ, നിങ്ങൾ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും രാഘവൻ നായർ അവിടെ നിന്ന് സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ഭാമേ, നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണെന്ന് എനിക്കറിയാം, അവനോട് ദേഷ്യമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, നമ്മുടെ മകൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും, എന്തായാലും നിന്റെ ഈ സ്വഭാവം കാരണമാണ് നമ്മുടെ മോൻ ഇപ്പോൾ ഇവിടേക്ക് വരാൻ പോലും മടിക്കുന്നത്, അവൻ നിന്റെ അടുത്തേക്ക് എങ്ങനെ വരും, ജീവനോടെ നടക്കുന്ന നമ്മുടെ മകൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും, ഇതൊക്കെ കേട്ട് അവൻ എങ്ങനെ സഹിച്ചിവിടെ വരും, ഭാമേ നീ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണണം എൻ്റെ ഭാമേ, എൻ്റെ ഭാമയ്ക്ക് ഇനി ഭ്രാന്താകുമോ എൻ്റെ ഈശ്വരന്മാരെ, എന്തൊക്കെ ഞാൻ ഇനി കാണണം എന്നൊക്കെ രാഘവൻ നായർ സങ്കടപ്പെട്ട് അങ്ങനെ നിന്നു. അങ്ങനെ രാഘവൻ നായരുടെ മനസ്സിൽ അത്തരം ചിന്തകളൊക്കെ കടന്നു വരുമ്പോഴാണ് ശാലിനി തൻ്റെ ക്യാബിനിലേക്ക്
ജോൺ അബ്രഹാമിനെ വിളിച്ചു വരുത്തുന്നു. ജോൺ വന്നതും ശാലിനി ജോണിനോടായിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ ഈ ചെയറിൽ ഈ ക്യാബിനിലേക്ക് ആര് വന്നാലും അവരെ ചോദ്യം ചെയ്യാനോ അവരെ ചീത്ത വിളിക്കാനുള്ള അധികാരം തനിക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? എന്തിനാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ ആര് വന്നാലും അത് ഞാനല്ലേ നോക്കേണ്ടത് എന്ന ശാലിനിയുടെ ചോദ്യത്തിന് എടിയും പറഞ്ഞത്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ ഈ ചെയറിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളതെങ്ങനെയാണ് മാഡം കണ്ടില്ലായെന്ന് നടിക്കുന്നത്? പിന്നെ അത് മേഡത്തിൻ്റെ സഹോദരിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആകെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എന്തോ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയെ പോലെയാണ് തനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചതും പെരുമാറിയതുമെന്ന് എടിയും പറയുമ്പോൾ അത് കേൾക്കുന്ന ശാലിനി ചോദിച്ചു, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ മിസ്റ്റർ ജോൺ. നിങ്ങൾ ഈ കാണിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ നിങ്ങൾക്ക് ജോലിയോടുള്ള ആത്മാർത്ഥതയും കൂറും മൂലമാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അതാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതും. എന്നാൽ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം എനിക്ക് വ്യക്തമാകുന്നില്ല. എൻ്റെ ചേച്ചി ഇവിടെ വന്നപ്പോൾ അനു നിങ്ങളെല്ലാം ബഹളം വെക്കുന്നത് കേട്ടപ്പോൾ അനു പറഞ്ഞതല്ലേ അതെൻ്റെ ചേച്ചിയാണെന്ന്. അത് അറിഞ്ഞിട്ടും താൻ പിന്നെ വീണ്ടും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്തത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ശാലിനി എടിഎമ്മിനെ ചോദ്യം ചെയ്തു. ഒടുവിൽ തൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലായെന്ന് മനസ്സിലാക്കിയ ജോൺ മറുപടിയൊന്നും പറയാനാകാതെ തലകുനിച്ച് നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇത്രയേറെ റെസ്പെക്റ്റും ബഹുമാനമുള്ള ഒരാളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ജോലിയോട് കൂറും ആത്മാർത്ഥതയും ഒക്കെയുള്ള ജോണിനോട് ഒന്ന് മാത്രമേ എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. വളരെ മാന്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ജോണിനോട് അറിയിച്ചിട്ടും ജോൺ വീണ്ടും അവിടെ നിൽക്കുന്നത് കണ്ട് ശാലിനി ജോണിനെ അവിടെ നിന്ന് കെട്ടിവിട്ടിരിക്കുന്നു. അങ്ങനെ ജോൺ തല കുനിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് ശാലിനി വല്ലാത്ത ആശങ്കയോടെ ഉടൻ തന്നെ വിവരം റസാക്കിൻ്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുന്നു. റസാക്ക് കോൾ എടുത്തതോടെ തൻ്റെ ചേച്ചിയെ കാണാതായ വിവരവും ചേച്ചിയുടെ കുഞ്ഞ് മിസ്സിംഗ് ആണെന്നുള്ള വിവരം താൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോൾ ആ വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ചേച്ചിക്ക് ചില മാനസിക വിഷമങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് ശാലിനി റസാക്കിനോട് ആവശ്യപ്പെട്ടു. ഞാനിതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് ഏറ്റെടുത്ത് താൻ ഉടനെ തന്നെ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് റസാഖ് ഉറപ്പ് നൽകി ഫോൺ വയ്ക്കുമ്പോഴേക്കും ശിവൻ പറഞ്ഞതനുസരിച്ച് ഹോസ്പിറ്റലിലെത്തിയ കമലം വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഹോസ്പിറ്റലിന് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ശിവൻ അവിടെ വന്നിറങ്ങി. ശിവനെ കണ്ടതും അരികിലേക്ക് എത്തിയ കമലം പറഞ്ഞു, ആശാനെ, നമ്മൾ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പ്രകാശിനാണ് ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നമുക്ക് അവിടെ വരെ ചെന്ന് ഡോക്ടറോടൊന്ന് സംസാരിക്കാം എന്നറിയിച്ചു. ശിവൻ എന്തായാലും ഡോക്ടറോട് നേരിൽ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ശിവനെയും കമലിനെയും കൂട്ടി വേഗം അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴേക്കും ഡോക്ടർ അകത്തേക്ക് കടന്നു വന്നതും അവിടെ ഡോക്ടറുടെ ശിവൻ്റെ മുന്നിലേക്ക് ശിവനും കമലിനും കൂടി വരുമ്പോൾ ഒരു ഡെഡ് ബോഡി പുറത്തേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടു. അരികിലെത്തിയ കമലൻ ചോദിച്ചു, ചേട്ടാ ഇതെന്ത് പറ്റിയതാ എന്ന് അന്വേഷിച്ചപ്പോൾ അല്പം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു വന്ന ആള് പോയി എന്ന് അയാൾ മറുപടി നൽകിയത് കേട്ട് വല്ലാത്ത ഞെട്ടലോടെ നിൽക്കുകയാണ് ശിവനും കമലിനും. ഉടനെ കമലം പറഞ്ഞു, ആശാനെ, ഇത് നമ്മുടെ പ്രകാശൊന്നും ആവില്ല. ആശാൻ ധൈര്യമായിട്ടിരിക്കാൻ. ചേട്ടാ, ഞങ്ങൾക്ക് ആ മുഖം ഒന്ന് കാണാൻ പറ്റുമോ എന്നതായിരുന്നു പിന്നീട് കമലിന് അയാളോട് ആവശ്യപ്പെട്ടത്. കമലിൻ്റെ ചോദ്യം കേട്ട് അയാൾ ആ മുഖം മൂടി മാറ്റിയതും ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുന്നു ശിവൻ. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ശാരിക എത്തിച്ചേർന്നത്. ശാരിക അവിടെ വന്ന് തൻ്റെ കുഞ്ഞിനെ കാണാനായ സംഭവവും പിന്നീട് തനിക്കുണ്ടായ ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യങ്ങളും അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ സംഭവവികാസങ്ങളൊക്കെ വിശദമായി അവിടുത്തെ പോലീസുകാരോട് അറിയിക്കുന്നു. എനിക്ക് പരാതി നൽകണമെന്നും അത് കളക്ടർക്കെതിരെയാണ് തനിക്ക് പരാതി നൽകാനുള്ളതെന്നുമൊക്കെ ശാരിക അറിയിക്കുമ്പോൾ അവരാകെ ഞെട്ടലോടെ നിൽക്കുന്നു. സത്യത്തിൽ കളക്ടർക്കെതിരെയാണ് കേസെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞേക്കും, ഞാൻ കളക്ടറുടെ ചേച്ചിയാണ് എന്ന് പറഞ്ഞ് ശാരിക വിവരങ്ങളൊക്കെ വിശദമായി പറയുമ്പോൾ ഉടൻ തന്നെ പോലീസുകാർ ശാരികയെ അകത്തേക്ക് വിളിച്ചിരുത്തണം. സാറിപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് ശാരിക അവിടെ പിടിച്ചിരുത്തിയതിനു ശേഷം SI ഉടൻ തന്നെ റസാഖിൻ്റെ ഫോണിലേക്ക് വിളിക്കണം. വിവരങ്ങൾ അറിഞ്ഞതോടെ റസാഖ് ഒരു കാരണവശാലും അവരെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കരുതെന്നും അവരെ എത്രയും പെട്ടെന്ന് അവിടെ പിടിച്ചിരുത്തണം, 10 മിനിറ്റിനുള്ളിൽ താൻ അവിടെ എത്തുമെന്നും റസാഖ് അറിയിച്ചു. അവർക്ക് മാനസികമായ ചില പ്രോബ്ലംസ് ഉള്ള ആളാണെന്നും അതുകൊണ്ട് തന്നെ മേഡം വിവരം വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും റസാഖ് പോലീസിനോട് അറിയിച്ചു. അതിനുശേഷം ഫോൺ വെച്ച ഉടൻ തന്നെ റസാഖ് ശാലിനിയെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. ഉടൻ തന്നെ മേഡം സ്റ്റേഷനിലേക്ക് എത്തണമെന്നതായിരുന്നു റസാഖിൻ്റെ ആവശ്യം. അവിടെ ശാരികേച്ചി ഉണ്ടെന്നുള്ള വിവരം അറിഞ്ഞതോടെ ശാലിനി സ്റ്റേഷനിലേക്ക് താൻ ഇപ്പം തന്നെ എത്തുമെന്ന് ഉറപ്പ് നൽകി രാമേട്ടനോട് കാർ അവിടേക്ക് തിരിച്ചുവിടാനായിട്ട് അറിയിച്ചു. ഈ സമയത്ത് പ്രകാശിനെ കാണാതായതിൻ്റെ നിരാശയിൽ വീട്ടിലെത്തിയ ചന്ദ്ര ആകെ സങ്കടപ്പെട്ടങ്ങനെ ഇരുന്നു. ഇപ്പോഴും ഔട്ടിങ്ങിന് പോകാൻ കഴിയാത്ത നിരാശയോടെ കുട്ടികളും ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയും ശിവനും പ്രകാശിൻ്റെ മരണ വാർത്ത അറിയാനിടയാകുന്നു. പ്രകാശ് മരണപ്പെട്ടു എന്നുള്ള സത്യം നേരിൽ കണ്ട ശിവൻ ആകെ തകർന്നിരിക്കുമ്പോൾ
ശിവൻ്റെ ഫോണിലേക്ക് ശാലിനി വിളിക്കുകയാണ്. ശാരിക ചേച്ചി സ്റ്റേഷനിലെത്തിയിട്ടുണ്ടെന്നും ശാരിക ചേച്ചിയെ എത്രയും വേഗം കുടുംബശ്രീയിൽ കൊണ്ടുവന്നാക്കുന്നതിന് വേണ്ടിയായിരുന്നു ശിവനെ വിളിച്ചത്. എന്നാൽ ആ സമയത്ത് കമലൻ കോൾ അറ്റൻഡ് ചെയ്തു. കമലിനോട് ഓട്ടോയിൽ ചേച്ചിയെ അവിടെ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിക്കാനായി ശാലിനി ഫോൺ ചെയ്ത സമയത്താണ് കമലിനാവ് ദുഃഖവാർത്ത അറിയിച്ചത്. ഏടത്തിയമ്മേ, നമ്മുടെ പ്രകാശ് പോയി, പ്രകാശിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ വിശദമായി വിവരങ്ങൾ അറിയിച്ചതോടെ എല്ലാം കേട്ട സമയത്ത് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനി. ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശിവൻ ഉടൻ തന്നെ അവിടെയുള്ള CCTV ഫുട്ടേജുകൾ ചെക്ക് ചെയ്യണമെന്നും ശിവനോട് കമലിന് അറിയിച്ചു. നമുക്ക് പിന്നീട് ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും എങ്ങനെയാണ് അപകടമുണ്ടായതെന്നും ഇത് സാധാരണ അപകടമാണോ എന്ന് പോലും തനിക്ക് സംശയമുണ്ടെന്നത് ശിവൻ കമലിനോട് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ശിവൻ കമലിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ ഏട്ടൻ തൻ്റെ അരികിലേക്ക് പ്രകാശിനെ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകിയായിരുന്നു അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചന്ദ്രയെ പറഞ്ഞയച്ചത്. ചന്ദ്ര പ്രകാശ് വരുമെന്നുള്ള പ്രതീക്ഷയെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് പ്രകാശിനെ കൂട്ടാതെ തനിച്ച് വരുന്ന ശിവനെ കണ്ട് ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് ചന്ദ്ര. അരികിലെത്തി ഏട്ടൻ എന്തേ പ്രകാശിനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനാകാതെ ശാലിനിയും അവിടേക്ക് വന്നിറങ്ങി. ശാലിനിക്കരികിലേക്ക് ഓടിയെത്തി ചന്ദ്ര കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരുടെ എല്ലാ മുഖം കണ്ട് ചന്ദ്രയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നു. പ്രകാശ് തന്നെ വിട്ടുപോയി എന്നുള്ള സത്യം ഞെട്ടലോടെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ചന്ദ്ര ബോധം കെട്ട് നിലത്ത് വീണു. ഈ സമയത്ത് ശാരിക തൻ്റെ കുഞ്ഞിനെ കാണാതായതിൻ്റെ നിരാശയിൽ ഒടുവിൽ തനിക്ക് അഭയം ഈശ്വരന്മാർ മാത്രമാണെന്നുള്ള കണ്ടെത്തലിൽ ശാരിക ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിച്ചേർന്നു. തൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്നും അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവിക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന ശാരികയ്ക്ക് മുന്നിലേക്ക് ദേവി ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. ശാരിക ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് അരുണയും മൂർത്തിയും ദത്തെടുത്ത ശാരികയുടെ കുഞ്ഞുമായി അവിടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരേ തിരുനടയിൽ പെറ്റമ്മയും പോറ്റമ്മയും കൂടി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനായി വന്നു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ദേവിയും ആർക്കായിട്ട് ആ കുഞ്ഞിനെ നൽകും.